ഇത് മലയാളിയുടെ ഒരു പ്രതിഷേധമാണ്. ഇന്ത്യൻ യൂണിയന്റെ അടിമയല്ല കേരളം, മറിച്ച് ഇന്ത്യൻ യൂണിയനിലെ ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആണ്. പക്ഷേ ഒരു ശത്രു രാജ്യത്തോടുള്ള സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് സ്വീകരിക്കുന്നത്. കേരളത്തിനെതിരായി ഒരു സാമ്പത്തിക യുദ്ധം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് എല്ലാ മലയാളികളെയും കേന്ദ്ര അവഗണനയ്ക്കെതിരായി, പ്രത്യേകിച്ച് യാത്രാ ദുരിതം, അതുപോലെ തന്നെ തൊഴിലില്ലായ്മ തുടങ്ങിയ പ്രശ്നങ്ങൾ കൂടി ഉയർത്തിക്കൊണ്ട് DYFI ഇത്തരത്തിലൊരു മനുഷ്യ ചെങ്ങലയ്ക്ക് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ആ മനുഷ്യ ചെങ്ങലയിൽ എല്ലാ വിഭാഗം ആളുകളും ആവേശത്തോടെ അണിനിരക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്ന അനുഭവമാണിത്. ജനാധിപത്യ രാജ്യമെന്ന നിലയ്ക്ക് നമ്മുടെ സർക്കാർ, കേന്ദ്ര സർക്കാർ ഇത് കേരളത്തിൻ്റെ പ്രതിഷേധമായി കണക്കിലെടുത്ത് അവരുടെ നയം തിരുത്തേണ്ടതാണ്. നമ്മളിപ്പോൾ ആദ്യം കേരളത്തിൽ പ്രതിഷേധിക്കുന്നതിന് ഡൽഹിയിലേക്കും പോകുന്നു. അതോടുകൂടി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അവഗണന എത്രത്തോളമാണെന്ന് കേന്ദ്രത്തിന് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതാണ് ഞാൻ പറഞ്ഞു, ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയ്ക്ക് കേന്ദ്ര ഗവൺമെൻറ് ഈ നാടിൻ്റെ പ്രതിഷേധം മനസ്സിലാക്കി അവരുടെ തെറ്റായ നയം തിരുത്തേണ്ടതാണ്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. തീർച്ചയായും അത്തരത്തിൽ DYFIയുടെ CPMൻ്റെ ഒക്കെ നേതാക്കൾ പങ്കെടുക്കുന്ന വലിയ രീതിയിലുള്ള ഒരു ചങ്ങല, അത് അല്പസമയത്തിനകം അതിൻ്റെ ട്രയൽ രൂപപ്പെടും. ചെറിയ കുട്ടികളടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു മനുഷ്യച്ചങ്ങല ആ രീതിയിൽ അല്പസമയത്തിനകം 4:30 തന്നെ അതിൻ്റെ ട്രയൽ നടക്കും. അതിനുശേഷം 5 മണിക്ക് കൈകോർത്തുകൊണ്ട് കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ ഒരേ സമയം കൈകോർത്തുകൊണ്ട് ആ ചങ്ങല ഉയരും. തൊട്ടു പിന്നാലെ പ്രതിജ്ഞ എടുക്കും. അങ്ങനെ ഇപ്പോൾ തന്നെ ഈ ദൃശ്യങ്ങളിൽ കാണാം വലിയ രീതിയിലുള്ള പങ്കാളിത്തം എറണാകുളത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. ഏറ്റവും അവസാനം അരൂരിൽ കൊച്ചിയുടെ MLA ആണ് ഏറ്റവും അവസാനത്തെ കണ്ണിയായി അണിചേരുക. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളോടെ അല്പസമയത്തിനകം അതിൻ്റെ ട്രയൽ റണ്ണിലേക്ക് കടക്കുകയാണ്. ശരി, S ശ്യാംകുമാറാണ് എറണാകുളം വൈറ്റിലയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്.